ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിന്ദൂസ് കിച്ചൻ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മൊജിറ്റോയാണ്. പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ മൊജിറ്റോ തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുഴുവൻ പൈനാപ്പിളാണ്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു 1/4 ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നീരൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമ്മളിത് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതേ അളവിൽ പഞ്ചസാര കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് വരണം. ഇനി നമ്മൾ ഈ പതഞ്ഞ് വന്നിട്ടുള്ള പതയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യൂബ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിളില്ല, അതൊന്ന് നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലോട്ട് ഒരു 2 മിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തുണിയിൽ തന്നെയാണ് നമ്മളിതും അരിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് ഐസ് ക്യൂബ്സ് ആയിട്ട് കിട്ടണം. നമുക്കൊന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലോട്ട് കുറച്ച് പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ലെമൺ ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു 3 സ്ലൈസ് ലെമൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മിൻറ്റ്ലീഫാണ്. ഒരു 10 മിൻറ്റ്ലീഫാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുറച്ച് പൈനാപ്പിൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ഐസ് ക്യൂബ്സ് ആണ്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് 7up ആണ്. നമുക്കിത് സോഡ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഈ സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ പൈനാപ്പിൾ മൊജിറ്റോ. അപ്പോൾ ഇന്നത്തെ പൈനാപ്പിൾ മൊജിറ്റോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.